അതാണ് ഇന്റർനെറ്റിന്റെ വേറൊരു ഗുണമുണ്ട് ദോഷമാണെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ദോഷമാണ്. അതിനകത്ത് എനിക്കൊരു എൻ്റെ ഒരു അറിവ്, നമ്മുടെ ഇവിടുന്ന് MBBS-ഉം എൻജിനീയറിങ്ങും ഒക്കെ പഠിച്ച ആളുകൾ പുറത്തു പോയി അവർ പ്രായമുള്ള ആളുകളെ നോക്കുന്ന ജോലി വരെ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഏതൊരു രാജ്യത്തേക്ക് കടന്നു പോയാൽ തന്നെയും നമുക്കൊരിക്കലും ഞാൻ പറയത്തില്ല പോകുന്ന 100 പേര് പോകാന്നുണ്ടെങ്കിൽ ആ 100 പേരും പെർഫെക്റ്റ് ആയിരിക്കും. വൈറ്റ് കോളർ ജോബ് ആയിരിക്കണമെന്നില്ല. അവിടെ പോയിട്ട് നമ്മൾ ഡോക്ടറാണ് നേഴ്സാണെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ എക്സാംസ് ഉണ്ട്. അത് പാസ്സായില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡോക്ടറോ നേഴ്സ് ആവാൻ പറ്റത്തില്ല. ആ ലൈസൻസ് ഇവിടുത്തെ ഡോക്ടറോ നേഴ്സ് പോലും ആവാൻ പറ്റത്തില്ല. അന്നേരം അവിടെ പോയി ആ ഒരു ലൈസൻസ് എക്സാം പാസ്സാവാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവരൊരു ഫെയിലിയറാണ്. നമുക്ക് അതൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഈ പോകുന്നവരെല്ലാം ഫെയിലിയർ ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ശതമാനം അവിടെ പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ അത് അവരുടെ ബലഹീനതയോ അവർക്ക് അവരുടെ കഴിവുകേടോ എന്തും ആവാം. ചിലപ്പോൾ ജാതകം ശരിയായിരിക്കത്തില്ല, ജാതകത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ തന്നെയും ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അവർക്കുണ്ടായ ഫെയിലിയർ. പക്ഷേ നമ്മൾ പേഴ്സൻറ്റേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ആർ സക്സീഡിങ് ദെയർ. സോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആ ഒരു ചെറിയ പേഴ്സൻറ്റേജിനെ വെച്ചുകൊണ്ട് നമ്മൾ പോകുന്നവരെല്ലാം പരാജയപ്പെടുന്നു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇത് കൂടുതലും പഠിക്കാൻ പോകുന്ന കുട്ടികളാണ് അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് അവിടെ PRO ഒക്കെ കിട്ടി അവർ അവിടെ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പറഞ്ഞത് വളരെ ഇതാണ്. കാരണം വിദേശത്തു നിന്നുള്ള ആളുകൾ വരെ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നു. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശത്തുനിന്ന് ആളുകൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്നുണ്ട്. ഇതൊരു വലിയൊരു ഹബ്ബായിട്ട് മാറും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പക്ഷെ അത് എത്രത്തോളം അതിനെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്രത്തോളം അത് സാധ്യമാകും? അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടോ നമ്മൾ ഇവിടുത്തെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷനിലുള്ള പഠിപ്പിക്കുന്ന കോളേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പോലും ഇപ്പം 100 സ്റ്റുഡൻസിനെ എടുക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 100 സ്റ്റുഡൻസിനെ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് ആൾക്കാർ ഇവിടെ വന്ന് പഠിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എനിക്കറിയില്ല അതിൻ്റെ ഔചിത്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇവിടെ പല എഞ്ചിനീയറിംഗ് കോളേജിലും ഇവിടെ സീറ്റുകൾ ഫില്ലാവുന്നില്ല, ഇവിടെ കാലിയായിട്ട് കിടക്കുക. എഞ്ചിനീയറിംഗ് കോളേജ് മാത്രമല്ല, അതേപോലെയുള്ള പ്രൊഫഷണൽ കോളേജുകൾ മൊത്തത്തിൽ മെഡിക്കലായാലും മറ്റ് പ്രൊഫഷണൽ കോളേജെല്ലാം തന്നെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാട്ടിലൊരു കോളേജിൽ അവിടെ വളരെ കഷ്ടിച്ചാണ് അവിടെ ആകെ കൂടി ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് BCom കൊമേഴ്സ് പഠിക്കാനാണ് കൂടുതലും പിള്ളേരുള്ളത്. ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ സബ്ജക്റ്റിലൊക്കെ പിള്ളേരെ കിട്ടാനില്ല, സ്ട്രെങ്ത് വളരെ കുറവാണ്. അപ്പോൾ ഈ കൊമേഴ്സ് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കൊമേഴ്സ് വേണ്ടായിരുന്നു. 3rd ഗ്രൂപ്പ് 4th ഗ്രൂപ്പ് ഞങ്ങളൊക്കെ ഈ പ്രീ ഡിഗ്രി പഠിച്ച സമയത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. ഇപ്പോഴേ +2 വന്നേ. SLC കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രി ആയിരുന്നു. ആ പ്രീ ഡിഗ്രിയിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, 3rd ഗ്രൂപ്പ്, 4th ഗ്രൂപ്പ് ഇങ്ങനെ 4 കാറ്റഗറി ആയിരുന്നു. അതിൽ ഈ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്നവർക്ക്, ഏറ്റവും നല്ല രീതിയിൽ മാർക്കുള്ളവർക്കാണ് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും. 3rd ഗ്രൂപ്പും 4th ഗ്രൂപ്പും എന്ന് പറയുന്നത് ഈ ബഹളം ഉണ്ടാക്കുന്നതും മാർക്ക് കുറഞ്ഞവരും തെമ്മാടികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളെയാണ് അങ്ങോട്ട് വിടുന്നത്. മാർക്കില്ലാത്തവരെ, കാരണം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 210 മാർക്കായിരുന്നു SLCക്ക് ജയിക്കാൻ വേണ്ടത്. 210 മാർക്ക് ഉള്ളവരെ മൊത്തം വിടുന്നത് അങ്ങോട്ടാണ് വിടുന്നത്. അതെ, അന്നത്തെ ഒരു സാഹചര്യമില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ആണെങ്കിലും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വളരെ ടഫായിരുന്നു. അതിനും വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കോളേജുകളും ഇല്ലായിരുന്നു. അന്ന് എഞ്ചിനീയറിംഗിന് പോകുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ഉള്ളവർ എഞ്ചിനീയറിംഗിന് പോകും, സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നവർ മെഡിസിന് പോകും, അങ്ങനെയൊക്കെയായിരുന്നു. നമുക്ക് ഇതുപോലുള്ള ഇത്രയും കോളേജുകൾ നമുക്ക് കേരളത്തിലായിരുന്നു. അന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, കാശുള്ളവരൊക്കെ പുറത്ത് പോയി പഠിക്കുമായിരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുമായിരുന്നു. ഇപ്പോൾ ഇഷ്ടംപോലെ കോളേജ് വന്നു, ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് പക്ഷേ സാഹചര്യങ്ങൾ ഉണ്ടായാൽ എന്താ പഠിക്കാൻ പിള്ളേരില്ല, കുട്ടികളില്ല. അതാണ് അതിനകത്ത് പ്രശ്നം. അന്ന് +2 കഴിയുമ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അവന് ഒരു 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. അപ്പം പെൺകുട്ടി +2 കഴിഞ്ഞപ്പോഴത്തേന് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അവൾ കാനഡയിൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, കാനഡയിൽ ഏതോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് അവൾ കഴിഞ്ഞ വർഷം അവൾ കാനഡയ്ക്ക് പോയി. അവളുടെ സഹോദരൻ ഈ കഴിഞ്ഞ വർഷം, ഇപ്പം ഈ വർഷം കഴിഞ്ഞ 2023 ആയപ്പോഴത്തേന് അവനും +2 കഴിഞ്ഞപ്പോഴത്തേന് അവനും ഇപ്പം പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. അവനും കാനഡയ്ക്ക് പോവുക. പക്ഷേ കാനഡയിൽ പോകുന്നതിനകത്ത് എന്തോ തടസ്സങ്ങളുണ്ടെന്ന്, അതൊക്കെ പേപ്പേഴ്സൊക്കെ ശരിയായെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ. അപ്പോൾ 2 കുട്ടികളും അങ്ങ് പോയി കഴിഞ്ഞാൽ അവരവിടെ അങ്ങ് സെറ്റിലാവും. ഈ മാതാപിതാക്കൾ, എൻ്റെ സുഹൃത്തും അവൻ്റെ വൈഫും
അവർ മാത്രം ഉണ്ട് ഇവിടെ. അവരും കാലക്രമേണ അവരും അങ്ങ് പോവും. അവർ മാത്രം ഇവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. അവർ കുട്ടികൾ അവിടെയല്ലേ. അതെ, എന്തുകൊണ്ടാണ് നമ്മൾ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്? അവർ കാണുമ്പോൾ അവർക്ക് അവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വേണേൽ അവിടെ ജോലി ചെയ്യാം. അതിനുള്ള ആ ജോലിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ കെയറിങ് ഹോമുകൾ, കെയർ ഹോമുകൾ, അന്നേരം നമുക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഇൻകം കിട്ടാൻ വേണ്ടി അവർക്ക് എന്ത് ജോലിക്കും പോകും. പക്ഷേ പഠിത്തം കഴിഞ്ഞാലും അവർ ആ ജോലി കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ചില സംഭവങ്ങളുണ്ട്. പക്ഷെ അവർ പഠിച്ച ഞാൻ ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞതല്ല കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത കേട്ടത്. അവിടെ ഞാൻ ആ സ്ഥലമൊന്നും പറയുന്നില്ല. അവിടുത്തെ ഒരു പയ്യൻ, അവൻ പഠിക്കാനായിട്ട് UK പോയതാണ്. അവൻ അവിടെ UK ചെന്ന് അവൻ സ്വിഗ്ഗിയിൽ അവിടെ ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഫുഡ് ഡെലിവറി ചെയ്യുക. നമ്മളിപ്പോൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നതിനകത്ത് ആർക്കും ഒരു മടിയില്ല. പക്ഷെ അവൻ്റെ വീട്ടിൽ, ഈ കേരളത്തിൽ അവൻ്റെ കുടുംബം എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന കുടുംബമാണ്. അവരുടെ ജോലിക്കാർ തന്നെ നൂറുകണക്കിന് പേര് അവരുടെ ഫാക്ടറിയിലും അവരുടെ ഇവിടെ അവൻ്റെ ഫാദറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ ശമ്പളം കൊടുക്കുന്ന അവരുടെ സ്ഥാപനങ്ങളിൽ. ഇല്ല, അതിപ്പോൾ ആര് പോയാൽ തന്നെ ഇപ്പം നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് എന്നല്ല, അല്ലാതെ നമ്മൾ ഇമിഗ്രൻ്റ് ആയിട്ട് പോകുന്നവരാണെങ്കിൽ തന്നെയും തുടക്കത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു സ്ട്രഗിൾ ഉണ്ട് അവിടെ. നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഏത് ജോലിയും ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. പക്ഷെ പോകുന്നവർ തിരിച്ചു വരുന്നില്ലല്ലോ. ഇവൻ ഇത്രയും സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും. എന്നിട്ട് രസകരം അതല്ല, ഈ അവനവിടെ എന്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാതാപിതാക്കൾക്കറിയാം. അവനവിടെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. പക്ഷേ ഇവൻ പൈസ മേടിക്കാറില്ല. അവൻ പൈസ മേടിക്കാറില്ല. അല്ല, അവിടെ പോകുന്ന കുട്ടികളുടെ അവരുടെ ഒരു ആഗ്രഹമാണ്, എന്തായാലും ഇവിടെ വന്നു, ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് എനിക്കിവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. അവരെന്തെങ്കിലുമൊക്കെ ജോലി കണ്ടുപിടിച്ച് അവിടെ തന്നെ അവർക്ക് ട്യൂഷൻ കൊടുക്കാനും അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഇൻകം ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ആഗ്രഹമാണ്. അന്നേരം അവരെന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് അവിടെ. എന്നിട്ട് സംഭവിച്ചെന്നു അവരുടെ കോഴ്സൊക്കെ കഴിഞ്ഞു. മാതാപിതാക്കൾ ന്യായമായിട്ടും ഒരു പിള്ളേരൊക്കെ ഒരു ഏജ് ആയി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിപ്പിച്ചയക്കണം. അവർക്ക് കല്യാണം ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കല്യാണമൊക്കെ ആലോചിച്ചു. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പെൺകുട്ടി അതുപോലെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആയിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആ പെൺകുട്ടി അവളുടെ ഏതോ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഈ പയ്യനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവനവിടെ ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്ന അക്കൗണ്ടിൽ ജോലി ചെയ്യുക, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ആ കല്യാണം മാറി, വേണ്ടെന്ന് വെച്ചു. അത് വേറൊരു സിറ്റുവേഷനാണ്. ഇപ്പോഴത്തെ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കേട്ടതാണ്, നമ്മൾ സാന്റമോണിക്ക ഒരു ദിവസം കൊണ്ട് എത്ര പേര്, 10,000 ആൾക്കാരല്ലേ ഒരു ദിവസം കാനഡയിൽ കയറ്റി വിടുക എന്ന് പറഞ്ഞാൽ. സോ ദ ഇൻഫ്ലക്ഷൻ ഓഫ് സ്റ്റുഡൻസ് പോകുന്ന കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണ്. ഇപ്പം കാനഡയിലാണെങ്കിലും UK-ലാണെന്നെങ്കിലും. വളരെ കഴിഞ്ഞ ദിവസത്തെ UK-യുടെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അവിടെ സാധ്യതകൾ കുറഞ്ഞു എന്നാണ്. ഇപ്പോൾ ആശ്രിത വിസകളൊന്നും കൊടുക്കുന്നില്ല ഫാമിലിയെ. കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് ജോലി കിട്ടാത്ത ഒരവസ്ഥ ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നത് പോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള സ്റ്റുഡൻസ് ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവർക്കെല്ലാം തൃപ്തികരമായിട്ടുള്ളൊരു ജോലി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ ഒരു സിറ്റുവേഷനായി മാറി. അതുകൊണ്ടാണ് ഇപ്പോൾ കാനഡ ആയാലും UK ആയാലും അവരുടെ സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പലതും ഇപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കി. നേരത്തെ നമുക്ക് $10,000 അല്ല $10,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാനഡയ്ക്ക് കടന്നു പോകാമായിരുന്നു. പക്ഷേ ഇപ്പം അവർ ഡെപ്പോസിറ്റ് കൊടുക്കുന്നതിൻ്റെ എമൗണ്ടും അങ്ങനെ പല നിയമങ്ങളും അവരിപ്പോൾ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റുഡൻസ് വരുന്നതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടി അവർ നിയമങ്ങൾ ശക്തമാക്കാൻ തുടങ്ങുകയാണ്.